Boche Gold and Diamonds. Buy now, pay later. ആശാപ്രവർത്തകയുടെ കരുതലിൽ തമിഴ്നാട്ടുകാരിയായ യുവതിക്ക് സുഖപ്രസവം. ഒറ്റപ്പാലം RS റോഡ് പള്ളത്തെ വാടക വീട്ടിലാണ് തമിഴ് യുവതി സുരക്ഷിതമായി പ്രസവിച്ചത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഈറോഡ് സ്വദേശിനി ഭുവനേശ്വരിയാണ് 9 മാസവും 7 ദിവസവും പിന്നിട്ട ഘട്ടത്തിൽ പള്ളത്തെ വാടക വീട്ടിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. പ്രസവ വേദന അനുഭവപ്പെട്ടതിന് പിന്നാലെ ഇവരുടെ മൂത്ത കുട്ടിയാണ് ആശാപ്രവർത്തക മേലാലിക്കൽ തൊടി നന്ദകുമാരിയെ വിവരമറിയിച്ചത്. ഇവരും പ്രദേശത്തെ ചില സ്ത്രീകളും ചേർന്ന് യുവതിയുടെ വീട്ടിലെത്തുമ്പോൾ ആശുപത്രിയിലേക്ക് പോലും എത്തിക്കാൻ കഴിയാത്ത വിധം അവശയായിരുന്നു. പിന്നാലെ നന്ദകുമാരി തോട്ടക്കര സബ് സെന്ററിലെ JPHN രാജിയെ വിവരമറിയിച്ചു. അപ്പോഴേക്കും യുവതി പ്രസവിച്ചു. കുട്ടിയെ പുറത്തെടുത്ത് തുടച്ച് വൃത്തിയാക്കിയപ്പോഴേക്കും സ്കൂട്ടറിൽ നഴ്സ് വീട്ടിലേക്ക് പാഞ്ഞെത്തി. ഇതിനു ശേഷമാണ് പൊക്കിൾക്കൊടി വേർപ്പെടുത്തിയത്. പിന്നാലെ ആംബുലൻസിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈറോഡ് സ്വദേശി ഗോവിന്ദും ഭാര്യ ഭുവനേശ്വരിയും ഇവരുടെ ആദ്യ 2 മക്കളും കഴിഞ്ഞ 2 വർഷത്തോളമായി ഒറ്റപ്പാലത്തുണ്ട്. ഇന്നലെ ഞാൻ കൂടുതൽ കഴിഞ്ഞ് വർക്കിന് പോകാനായിട്ട് ഡ്രസ്സ് മാറ്റുമ്പോൾ അവളുടെ മൂത്ത കുട്ടിക്ക് 13 വയസ്സ്. ആ കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി അമ്മയ്ക്ക് വയറുവേദനയാണ്, ഒന്ന് വരുമോ ചോദിച്ചു. അപ്പോൾ അമ്മയല്ലേ കുട്ടി നാട്ടിലേക്ക് പോയത്, പിന്നെന്താ അപ്പോൾ എപ്പോഴാണ് വന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിപ്പോൾ ഇന്ന് രാവിലെയാണ്, പുലർച്ചെ 5 മണിക്കാണ് എത്തിയത് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഓടി വേഗം ചെന്ന് പോണ വഴിക്ക് സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മുടെ ആൻറ്റിനൈറ്റിൽ മൈഗ്രെയിൻ്റെ ഗർഭിണി വന്നിട്ടുണ്ട് സിസ്റ്ററെ, ഡെലിവറിയുടെ ഇതാ തോന്നുന്നു, ഞാൻ അങ്ങോട്ട് പോവാണ്, സിസ്റ്റർ ഒന്ന് വേഗം വരണേ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ആ ശരി ചേച്ചി ഞാൻ വരാം. അപ്പോഴേക്കും ഞാൻ കൗൺസിലറോട് പറഞ്ഞ് അവിടെ സെറ്റ് ആകെപ്പാടെ കയ്യും കാലും വരച്ചു. ചുരുക്കത്തിൽ ആദ്യമായിട്ടുണ്ടാവുന്ന ഒരു സംഭവമാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ കുട്ടിയുണ്ട് ഇങ്ങനെ കയ്യും കാലും ഇങ്ങനെ കുത്തിയിട്ട് നിൽക്കണു ഈ ഗർഭിണി. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നു ഇങ്ങനെയൊക്കെ നിൽക്കരുത് പൊന്നു, നീ വേഗം നമുക്ക് ഡ്രസ്സ് മാറ്റിയാൽ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോവാ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല ചേച്ചി എനിക്ക് എന്താ മുടിയില്ലേ, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുക പറഞ്ഞു. അയ്യോ അങ്ങനെ നിന്നാൽ പറ്റില്ല പൊന്നു, എന്നാൽ കിടക്ക്, നീളത്തിൽ കിടക്ക് പറഞ്ഞിട്ട് കിടത്തി. അപ്പോഴേക്കും സംഭവം ഡെലിവറിയുടെ ഇത് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഡെലിവറി അപ്പോഴേക്കും ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. തൊട്ട തന്നെ നമ്മുടെ ഒരു ഓട്ടോ ചേട്ടൻ്റെ ഭാര്യയാണ്, മുജീബിൻ്റെ ഭാര്യയാണ്, ജുനിയാണ്. പിന്നെ ഒരു ലൈല പറഞ്ഞ അവരും ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ ജുനി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പോഴേക്കും ഞാൻ സിസ്റ്ററെ വിളിയോട് വിളി 108 വിളിക്കലായി. എനിക്ക് കുട്ടി എൻ്റെ കയ്യിൽ, എനിക്ക് കുമ്പിടാനും നീരാനും ഒന്നിനും വയ്യ, പൊക്കിൾ കൂടി മുറിക്കാൻ പറ്റണില്ല. പിന്നെ അവരുടെ സ്ഥലമാണെങ്കിൽ അത്രയ്ക്ക് നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും വരാൻ പറ്റിയ സ്ഥലം. എന്താ വെച്ചാൽ അത്രയ്ക്ക് വൃത്തിയും വെടുപ്പും, വൃത്തിയില്ലാത്ത മൈഗ്രെയിൻ്റെ ആണല്ലോ, ഒരു തുണിയും ഇതുപോലെ നേരം പോലെ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വെള്ള തുണിയും കൊണ്ട് പിടിച്ച് കുട്ടി ഇങ്ങോട്ട് വന്നോടുകൂടി ഞാൻ വേഗം കുട്ടീനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കയ്യിൽ പിടിച്ച് ആ ഉള്ള തുണിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തണുപ്പ് കൊള്ളാത്ത രീതിയിൽ മറിച്ച് സെറ്റാക്കി പിടിച്ചു. അപ്പോഴേക്കും പിന്നെ സിസ്റ്റർ ലക്കിടിയിൽ ഇതായിരുന്നു, കുത്തിവെപ്പായിരുന്നു. അതിന് പോയി വന്ന് മൂപ്പത്തി ബാഗ് ഓടി കതച്ച് വന്നു കേട്ടോ. എനിക്ക് ഈ കുട്ടീനെ എടുക്കലും അപ്പുറത്തുള്ളവർ ചോദിക്കണുണ്ട് കുട്ടിയെ പിടിക്കണമെന്ന്. അവരൊക്കെ വർക്കിന് പോകാൻ നിൽക്കണവരാ. പിന്നെ അവരുടെ മേലെ ഈ ബ്ലഡ് കാര്യങ്ങളും വേസ്റ്റ് ആവണ്ട വിചാരിച്ചിട്ട് വേണ്ട ഞാൻ തന്നെ പിടിക്കുക, കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ പിടിച്ച് അപ്പോഴേക്കും സിസ്റ്റർ വന്നു, വേഗം വന്ന് 2 തല ഇത് കുട്ടിയുടെ ഭാഗത്തെ തലയും അപ്പുറത്തെ ഭാഗത്തെ തലയും കെട്ടി നടു കട്ട് ചെയ്തിട്ട് അപ്പോൾ എന്നെ കുട്ടീനെ അങ്ങോട്ട് നീക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ഗർഭിണിയുടെ ഡെലിവറി കഴിഞ്ഞ് അമ്മേനെ വേഗം എല്ലാം വേണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ആംബുലൻസിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോയി. ഗർഭിണിയാണെന്നറിഞ്ഞതിന് പിന്നാലെ ആശാപ്രവർത്തക മരുന്നുകളും മറ്റും നൽകിയിരുന്നു. ഇതിനിടെ പ്രസവത്തിനായി 2 ആഴ്ച മുൻപ് നാട്ടിലേക്ക് പോയ യുവതി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് കൂടാതെയാണ് ഒറ്റപ്പാലത്തെ വീട്ടിലെത്തിയത്. മണിക്കൂറുകൾക്കകമായിരുന്നു പ്രസവം. ഈ സമയത്ത് ഭർത്താവും വീട്ടിലുണ്ടായിരുന്നില്ല. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.